നമസ്കാരം. സാമ്പത്തിക ലോകത്ത് വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു ആഴ്ചയാണ് കടന്നുപോയത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ പോയ വാരത്തിൽ ഫെഡറൽ റിസർവ് പലിശയുടെ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി. അതായത് അടിസ്ഥാന പലിശ നിരക്കുകൾ ഒരു 0.5% കണ്ട് കുറയ്ക്കാൻ ഫെഡറൽ റിസർവ് തീരുമാനിക്കുകയുണ്ടായി. അത് അടിസ്ഥാന പലിശ നിരക്ക് അപ്പോൾ അമേരിക്കയിൽ 4.25%-നും 4.5%-നും ഇടയിലാവുന്ന വിധത്തിലേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു റേറ്റ് കട്ടാണ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം ഇത് 3ാമത്തെ തവണയാണ് ഈ അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നത്. ഈ 3 തവണയായിട്ട് ഏതാണ്ട് 1% കുറവ് അടിസ്ഥാന പലിശ നിരക്കിൽ US ഫെഡറൽ റിസർവ് വരുത്തിയിരിക്കുകയാണ്. ഇത് വലിയൊരു പ്രത്യാഘാതമാണ്. പ്രത്യേകിച്ച് ആഗോള സാമ്പത്തിക രംഗത്ത് വളരെ പ്രത്യേകിച്ച് നമുക്ക് ഓഹരി വിപണികളിൽ കണ്ടത്. ഈ തീരുമാനം വന്നതിന് പുറകെ അമേരിക്കയിലെ ഓഹരി വിപണികളെല്ലാം തകർന്നടിയുന്ന സ്ഥിതിയിലേക്ക് പോയി. ഇന്ത്യയിലും ഓഹരി വിപണികൾ തകർന്ന് പോകുന്നൊരു സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച തന്നെ വരെ ഒരു ഇടിയുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇന്ത്യൻ ഓഹരി വിപണിയും പോയത്. അപ്പോൾ ഇത് എങ്ങനെയാണിത് ആഗോളതലത്തിൽ വലിയൊരു പ്രത്യാഘാതവും പ്രതികരണവും ഉളവാക്കുന്നതെന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണുന്നൊരു കാര്യം, അമേരിക്ക ഒരു വിചാരിച്ച രീതിയിലേക്ക് പലിശ നിരക്കിൽ ഇളവ് വരുത്താൻ പോകുന്നില്ല എന്നാണ് നമുക്ക് US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 2025 അമേരിക്ക 4 തവണ റേറ്റ് കട്ട് നടത്തും, പലിശ കുറവ് വരുത്തുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യാഴാഴ്ച പുതിയ പണപ്പെരുപ്പ നിരക്കും അതുപോലെ തന്നെ പലിശ ഇളവും പ്രഖ്യാപിച്ചപ്പോൾ ജെറോം പവൽ പറഞ്ഞത് 2025 2 തവണ പലിശ നിരക്ക് കുറവ് വരുത്തുകയുള്ളൂ എന്നാണ്. അത് 4 തവണ എന്നുള്ളത് 2 തവണയായിട്ട് ചുരുങ്ങും. ഇതാണ് ഒരു വലിയൊരു ഒരു 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 അങ്കലാപ്പ് ഓഹരി വിപണിയിലും മറ്റു വിപണികളിലും ഒക്കെ സൃഷ്ടിച്ചെടുത്തത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? കാരണം 2025 2% പലിശ നിരക്കിലേക്ക് പണപ്പെരുപ്പം കുറച്ചുകൊണ്ട് 2% എന്ന നിരക്കിലേക്ക് പണപ്പെരുപ്പത്തെ ചുരുക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് US ഫെഡറൽ റിസർവ് ലക്ഷ്യം ഇടുന്നതെങ്കിലും 2025 പണപ്പെരുപ്പം 2.5% എന്ന തോതിലേക്ക് ഉയരുമെന്നാണ് അവർ കണക്കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഈ റേറ്റ് കട്ട് വരുത്താൻ 4 തവണ റേറ്റ് കട്ട് നടത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള നിലയിലേക്ക് ഫെഡറൽ റിസർവ് പോകുന്നത്. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമല്ല. വിപണികളും സാമ്പത്തിക ലോകവും 4 തവണത്തെ റേറ്റ് കട്ട് ഉണ്ടാവും. അതോടുകൂടി പലിശ നിരക്ക് കാര്യമായിട്ട് ഉയരും. അത് നിക്ഷേപ സൗഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കും. കൂടുതൽ നല്ല രീതിയിലുള്ള നിക്ഷേപത്തിലേക്ക് പലിശ കുറഞ്ഞ് വായ്പയും മറ്റു കാര്യങ്ങളൊക്കെ ലഭ്യമാകുമ്പോൾ ആ ഒരു രീതിയിലേക്ക് അനുകൂലമായൊരു സ്ഥിതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് അത് 2 തവണത്തേക്കായിട്ട് ചുരുക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ലോകത്തിനും അതുപോലെ സാമ്പത്തിക ശക്തികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു വാർത്തയല്ല, ഒട്ടൊക്കെ പ്രതികൂലമായിട്ടുള്ളൊരു വാർത്തയുമാണ്. ഇതാണ് ഈ വലിയ ചലനം കഴിഞ്ഞ വാരത്തിൽ ആഗോള സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കിയത്. ഇത് ഇന്ത്യയിലും ഈ പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ഇടിവ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ അവസാന ദിവസങ്ങളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ മാർക്കറ്റ് ഇടിഞ്ഞു പോകുന്ന സ്ഥിതിയിലേക്ക് പോയി. അപ്പോൾ എന്താ കാരണം? ഇന്ത്യ ഈ 4 തവണ റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഇന്ത്യയിലും US ഫെഡറൽ റിസർവിനെ ഫോളോ ചെയ്തുകൊണ്ട് പലിശ നിരക്കിൽ ഇളവ് വരുത്തും എന്ന് പൊതുവേ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സെപ്റ്റംബറിൽ പലിശ നിരക്ക് ഇളവ് വരുത്തുമെന്ന് പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല. ഡിസംബറിലെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനത്തിലും അത് തൽസ്ഥിതി തുടരാൻ തന്നെ തീരുമാനിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ ഇനി 2025 ആദ്യത്തെ ഇത് മാർച്ച് മാസത്തിലെ യോഗത്തിലാണ് തീരുമാനം വരേണ്ടത്. അപ്പോഴും ഈ അമേരിക്ക ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് നമുക്ക് പലിശ നിരക്ക് ഇവിടെ കുറയ്ക്കുന്നതിനുള്ളൊരു സാധ്യത കുറയുകയാണ്. ഒരു കാരണം നമ്മുടെ പണപ്പെരുപ്പ നിരക്കും വിലക്കയറ്റവും ഉയർന്ന തോതിൽ നിൽക്കുന്നു. അതോടൊപ്പം അത് ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ അമേരിക്ക വേണ്ടത്ര വേഗതയിൽ റേറ്റ് കട്ട് നടത്തില്ല എന്നുള്ളൊരു
സൂചനയും വന്നിരിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തും പലിശ നിരക്കിൽ ഇളവ് വരുത്തുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നൊരു കാര്യമാണ്. അതാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ തീ കോരിയിട്ട സംഭവം എന്ന് പറയുന്നത്. ഈ ഓഹരി വിപണിയിൽ മാത്രമല്ല, മറ്റ് മാർക്കറ്റുകളിലും ഇത് വലിയ പ്രതിസന്ധി പല രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഡോളർ കരുത്താർജിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി. ഇപ്പോൾ രൂപ കൂടുതൽ ദുർബലമാവുകയാണ്. നമ്മൾ നേരത്തെ പലതവണ നമ്മുടെ ഈ എപ്പിസോഡുകളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രൂപ ദുർബലമാവുന്ന സ്ഥിതിവിശേഷം, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഡോളറിന് വില കയറുമ്പോൾ നമ്മുടെ ഇറക്കുമതി ചെലവ് കൂടുന്നു. അത് തീർച്ചയായിട്ടും പണപ്പെരുപ്പത്തെയും വിലക്കയറ്റത്തെയും വീണ്ടും രൂക്ഷമാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു. പക്ഷേ അതിനൊരു അവസാനം കിട്ടുന്നില്ല. ഡോളറിൻ്റെ വില ഇങ്ങനെ കുതിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ 85 രൂപ 10 പൈസയാണ് ഒരു ഡോളറിൻ്റെ വില എന്ന് പറയുന്നത്. അതായത് 85 രൂപ എന്നുള്ള മാർക്ക് മറികടന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഡോളറിൻ്റെ മൂല്യം 85 രൂപയ്ക്ക് മുകളിലേക്ക് പോകുന്നത്. തീർച്ചയായും അത് വലിയ തോതിൽ ഇനിയും കുതിച്ചു വരുന്നതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത വർഷം പകുതിയോടുകൂടി 90 രൂപയെ തന്നെ അത് മറികടക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ മാർക്കറ്റിനെ, ഇന്ത്യൻ സമ്പദ്രംഗത്തെ കൂടുതൽ സങ്കീർണതയിലേക്ക് നയിക്കുന്ന സ്ഥിതിവിശേഷമാണ്. ഇനി ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം വളരെ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കിയ മറ്റൊരു മേഖല എന്ന് പറയുന്നത് സ്വർണ്ണ വിപണിയാണ്. സ്വർണ്ണ വിപണിയിൽ വില കുറയുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് അത് നയിച്ചു. അതിന് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ചെറിയ തോതിൽ അയവ് വരുന്നു എന്നുള്ളതടക്കമുള്ള വാർത്തകളൊക്കെ സ്വർണ്ണവില കുറയുന്നതിനൊരു കാരണമായിട്ടുണ്ട്. ഇപ്പോൾ രാജ്യാന്തര വിപണി എടുക്കുകയാണെങ്കിൽ ഒരൗൺസ് സ്വർണത്തിൻ്റെ നിരക്ക് $2600 താഴ്ന്നിരിക്കുകയാണ്. ആഭ്യന്തര വിപണിയിലും അതിനനുസരിച്ച് വില കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഒരു പവൻ്റെ നിരക്ക് നമ്മളിത് എടുക്കുന്ന സമയത്ത് 56,320 രൂപയാണ്. അപ്പോൾ ഡിസംബർ 11-ാം തീയതി കേരളത്തിലെ വില പവൻ്റെ 58,250 രൂപയിലേക്ക് കുതിച്ചു ഉയർന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് താഴേക്ക് പോയിരിക്കുന്നു. 56,320 രൂപയിലേക്ക് ഒരു പവൻ സ്വർണത്തിൻ്റെ നിരക്കെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ അമേരിക്കയിലാണ് പലിശ നിരക്ക് കുറച്ചതെങ്കിലും അമേരിക്കയിലെ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങളാണ് വന്നതെങ്കിലും ആഗോളതലത്തിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ത്യൻ സമ്പദ് രംഗത്തും വലിയ ഒരു പ്രത്യാഘാതം സൃഷ്ടിച്ചൊരു തീരുമാനമായിരുന്നു അത്. വരും ആഴ്ചകളിലും ഇതിൻ്റെ അലയൊലികൾ ആഗോള മാർക്കറ്റിലും ഇന്ത്യൻ വിപണിയിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നന്ദി, നമസ്കാരം.